നാട്ടിൽ ചായക്കടകളിൽ കിട്ടുന്ന ഉള്ളിവടയില്ലേ, അതിൻ്റെ ഒരു റെസിപ്പി നോക്കിയാൽ അതിനായിട്ട് 2 സവാള എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കട്ടെ. തിരുമ്മി ആ ഒരു സവാളയ്ക്കകത്തുള്ള വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. ഇനി അതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കട്ടെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലും ഒരു പച്ചമുളക് അരിഞ്ഞതുമാണ് കേട്ടോ. ഇനി കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ആ ഒരു പാക്ക് തിക്കാവാൻ അനുസരിച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഒരല്പം ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക കേട്ടോ. ഇനി ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അധികം ഫ്ലെയിം കൂട്ടിയിടല്, തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്നും വറുത്ത് കോരിയെടുക്കുക കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ തട്ടുകടയിലും അതുപോലെ നാടൻ കടകളിലൊക്കെ കിട്ടുന്ന ഉള്ളിവട. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.